ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് തേജ് തങ്ക ആൻഡ് യു വാച്ചിങ് തേജ് തങ്ക ഡയറീസ്. ഇവളും ഞാനും പമ്മി പോകുന്നതെന്ന് വെച്ചാൽ അമ്മയും പപ്പനും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. സോ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സർപ്രൈസ് കൊടുക്കാൻ ഇവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. കാണിച്ചരാ. അപ്പോൾ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആയിരുന്നല്ലോ വെഡിങ് ആനിവേഴ്സറി. കൊച്ചച്ഛൻ്റെ ബർത്ത്ഡേയും ഇന്നലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നിമിഷാൻ്റെയോട് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, രണ്ട് പരിപാടിയും കൂടെ നമുക്ക് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടും കൂടി ഇന്നാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഒരു കല്യാണത്തിന് പോയി. ആ ഗ്യാപ്പിലാണ് ഇവിടുത്തെ ഈ ചേട്ടന്മാരൊക്കെ വന്നിട്ട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. പക്ഷേ അമ്മയ്ക്ക് കുറച്ച് മനസ്സിലായി. കാരണം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സൺഡേ അവൈലബിൾ ആയിട്ടുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം എനിക്കൊന്ന് മെസ്സേജ് അയക്കാൻ. എന്നിട്ട് ഞാൻ അമ്മേനെ ഹൈഡാക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും സ്റ്റോറി ഇട്ട് ഒരു സെക്കൻഡിനുള്ളിൽ അമ്മ സ്റ്റോറി കണ്ടു. അപ്പോഴേ അമ്മ പറഞ്ഞു, വെഡിങ് ആനിവേഴ്സറിക്കാണോ? ആണോ? അങ്ങനെ. എന്നാലും കുഴപ്പമില്ല, അമ്മ കാണുമ്പോൾ നമുക്ക് സന്തോഷമാവുമല്ലോ. പപ്പക്കൊന്നും അറിയില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ സൺഡേ ഔട്ടിങ്ങിന് പോവാണ്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? എന്തെങ്കിലും കാപ്പി കുടിക്കാൻ പോവാ. ഓക്കെ. ഇവിടെ എന്തൊക്കെയോ നീ ചെയ്യണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ അന്ന് സ്റ്റോറി ഇട്ടപ്പോഴും എനിക്ക് മനസ്സിലായി. നീ അല്ല, എന്നിട്ട് ആ സ്റ്റോറി എവിടെ? ഞാൻ സ്റ്റോറി അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് നീ എന്നെ ഹൈഡ് ചെയ്തിട്ട് നീ വീണ്ടും ഇട്ടു. നീ അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. എന്നിട്ട് നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛമ്മയായിട്ട് എന്തൊക്കെയോ കുശു സീക്രട്ടൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് മനസ്സിലായി. ഇപ്പൊ വരുമ്പോ ഇവിടെ മുകളിൽ ഫുള്ള് അമ്മയ്ക്ക് ബുദ്ധി കൂടുതലാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കാൻ ആക്ച്വലി ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല അവിടെ. എന്താ അച്ഛച്ച? വേണ്ട, അമ്മയ്ക്ക് അറിയില്ല. അച്ഛൻ ചെറുതായിട്ട് എന്നോട് ചോദിക്കാം അവർ ചെയ്യുന്നതൊക്കെ നോക്കണ്ടേന്ന്. സംഭവം അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. നമ്മൾ ഇന്ന് രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, കല്യാണത്തിന് പോയി. എന്നിട്ട് പപ്പ നമ്മളവിടെ ആക്കിയിട്ട് പപ്പ മരുന്ന് വീട്ടിൽ പോയി. അപ്പോൾ നമുക്കാണെങ്കിൽ വിശക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. എനിക്ക് നീ വിചാരിക്കണം അങ്ങനെ അല്ലാന്ന് എനിക്കൊക്കെ അറിയുന്നുണ്ട്. നീ എന്തെങ്കിലും ചെയ്യുമ്പോ ഞാൻ പിന്നെ അഭിനയിക്കില്ലേ, നിനക്കൊരു സന്തോഷം ആയിക്കോട്ടെ. അതെ 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 അമ്മ. അമ്മേ, എന്തൊക്കെയോ നടക്കാത്ത ഓരോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനങ്ങുമ്പത്തേ അതിനൊക്കെ എന്തോ വലിയ ഹിന്റ് പോലെ ഞാൻ എന്തൊക്കെയോ കാട്ടണോ എന്തൊക്കെയോ പറയാ, എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാനോടത്ത് ശരി എന്നാ ഒരു പൊലിവിരുന്നോട്ടെ. എന്താ അഭിനയോ? അടുത്ത അവാർഡ് നിൽക്കാണ് പോ. എന്താ അവാർഡ്? എന്തെങ്കിലും അവാർഡ്, ഓസ്കാർ അവാർഡൊക്കെ ഉണ്ടെങ്കിൽ നിന്നെ പറയാം. സത്യം. ഗൈസ്, എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് അച്ഛമ്മയും അച്ഛനൊക്കെ വന്നിട്ട് അമ്മ ഇവരെന്താ ഇവിടെ പറഞ്ഞ്, അല്ലെങ്കിൽ അമ്മക്കെല്ലാം ഓൾറെഡി മനസ്സിലായി. പക്ഷെ അമ്മക്ക് വലിയ ഇഷ്ടപ്പെട്ടു. സർപ്രൈസ് ആണല്ലോ സംഭവം. അമ്മൻ്റെ അടുത്ത് സർപ്രൈസ് ഊഷിപ്പോയി. പപ്പൻ്റെ അടുത്ത് സക്സസ് ആണ്. പപ്പ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പപ്പക്ക് ഒന്നാമത് വെഡിങ് ആനിവേഴ്സറി ആയപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പോലും പപ്പക്ക് അറിയില്ലായിരുന്നു. അമ്മയും ചേച്ചിയും അങ്ങോട്ട് പോയി. നമുക്ക് മേളത്തെ അവർ ചെയ്ത് കഴിഞ്ഞു, അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മക്കൾ. ഓടിവാ. ഹായ് നവി. ഹലോ, സുഖമാണോ? അല്ല. ഹായ് ടിയ കുട്ടി. ഞാൻ ബിഗ് ഫാൻ ആണ്. ടിയ കുട്ടീൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് ഉറങ്ങാറ്, ഭക്ഷണം കഴിക്കാറ്, കുളിക്കാറ്. അറിയില്ല. ഹാപ്പി ബർത്ത്ഡേ ഡാഡി. ഇവർ 3 പേര്. പിന്നെ ഇവരുടെ 25th വെഡിങ് ആനിവേഴ്സറി. ഈ നമ്പർ എഴുതി അമ്മ കൊല്ലും പറഞ്ഞു. ഇത് അവരുടെ കല്യാണ ഫോട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ദുബായ് പോയി എടുത്തത്. ഇവിടെ എന്താ നടക്കാൻ പോണത്? ഡാഡിയുടെ ബർത്ത്ഡേയും സുബപ്പൻ്റെ അമ്മേൻ്റെ ആനിവേഴ്സറി. രസമുണ്ട്. ഈ അവിടുന്ന് ലയിച്ചിട്ടില്ല. ഗുഡ്, സൂപ്പർ. പക്ഷെ രസമുണ്ട്, കൊള്ളാം. അത്രയ്ക്ക് ലൈറ്റ്സ് ഇല്ല ക്യാമറയിൽ, എന്നാലും കുഴപ്പമില്ല. ഒരു സർപ്രൈസ് ആണല്ലോ, ഒട്ടും പ്രിപ്പയർഡ് അല്ലല്ലോ. നല്ല രസമുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കാം, എന്നിട്ട് അവരെ വിളിക്കാം. ഗൈസ്, ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യല്ലേ. അപ്പം കൊച്ചസിനെ കുറച്ച് ധൃതിയുള്ളതുകൊണ്ട് അത് നമ്മൾ കൊച്ചസിനെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അമ്മ ചമ്മുംട്ടാ, ഇതെടുത്ത് മാറ്റാം, അത് മാറ്റാം. അതെ, ഇത് ഞാൻ കംപ്ലീറ്റ്ലി മാറ്റാൻ പോവാണ്. നിമിഷേണ്ടി അല്ല, ഞാൻ മാറ്റാടി, എനിക്ക് ശക്തി ഉണ്ടടി.
ടീയൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു ടീയ പപ്പേനെയും സുംപപ്പനെയും അമ്മേനെയും മേളിക്ക് വിടുക വേണ്ട, താഴെ പോയിട്ട് പറയാതെ തമിച്ചേച്ചി ഇങ്ങടുത്ത് വരണ്ട പറഞ്ഞു എന്ന്. കണ്ടെത്തി എൻ്റെ ശക്തി കണ്ടടി. ബെറ്റർ ടുഗെദർന്ന്. പക്ഷേ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ബെറ്റർ ടുഗെദർ. ചേച്ചി ടോപ്പർ വെക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് കേക്ക്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ അമ്മയോട് 100,000 വട്ടം പറഞ്ഞു കൊച്ചച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മ വിശ്വസിച്ചില്ല. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അമ്മ ചമ്മും. കാരണം ഇവിടെ നേരെ കൊച്ചച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നും കൊച്ചച്ഛൻ്റെ ബർത്ത്ഡേ കേക്കും ഡെക്കറേഷൻ. പക്ഷേ ഈ ബെറ്റർ ടുഗെദർ മാത്രമാണ് പണി തരുള്ളൂ. പക്ഷേ അമ്മ ചമ്മും. പരിപാടി കൊച്ചച്ഛൻ്റെ പിറന്നാളും അമ്മൻ്റെയും അപ്പൻ്റെയും വെഡിങ് ആനിവേഴ്സറി എല്ലാം ആക്ച്വലി കൊച്ചച്ഛന് മറ്റേ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പിറന്നാളാണ്. മറ്റേ പിറന്നാൾ ജൂണിലാണ്, എന്നാലും കുഴപ്പമില്ല. ഓടിവാ കണ്ണാ ചാടിവാ മൊണ്ണെ. എടി മണ്ടി, ഇത് തുടരും സിനിമത്തെ ഡയലോഗാണ്. അയ്യോ, നീ വിചാരിച്ച ആരുടെ ഒറിജിനൽ ഡയലോഗാന്നാ? എനിക്ക് മനസ്സിലായി. ഇവിടെ എന്താ നിങ്ങളുടെ ഇടയിലും ഇന്റർനാഷണൽ ഡിസ്കഷൻ? കുറഞ്ഞു പറയാ, ഞാൻ പറഞ്ഞു അവൻ വൈരം കൂടി. എന്ന് വെച്ചാൽ മുന്നത്തേനേക്കാൾ കുറച്ച് കൂടി. കുറയില്ലല്ലോ ആൾക്കാര്. എങ്ങനെ താഴേക്ക് പോവാ? ഗ്രോ. ഇതാണ് എൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ മോൻ. ഇവൻ ചെറുതമ്മൻ്റെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നീ തന്തയായടാ, നീ തന്തയായി. അതാ അവിടെ കുട്ടികളും ആൾക്കാരും. എന്താ അവിടെ വെളിച്ചം? എന്താ അവിടെ നടക്കാൻ പോണേ? എന്താണെന്ന് അറിയില്ല. എന്തായാലും എന്തോ ആണെന്ന് എനിക്കറിയാം. എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരം? ഇതിന്റെ നിനക്ക് മനസ്സിലായ? എന്തായാലും എന്തോ ഒരു ഇതാണ്. പറഞ്ഞില്ല എന്നാ എഴുതി തരാം. അടികുട്ടി. എന്താണ് എന്തോ സർപ്രൈസ് ആയിട്ട് കൊണ്ടുനടക്കുന്നതാണ് എന്റെ. ഏത് സർപ്രൈസ്? എന്താണെന്ന് എനിക്കറിയില്ല. പോയില്ല, ആർക്കോ സർപ്രൈസ് ആയിട്ട് വെക്കണം എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ശരി. സർപ്രൈസ് കാണുമ്പോ എൻജോയ് ചെയ്താ പോലെ. നിനക്ക് എന്താ തോന്നുന്നു? ഗൈസ്, 1000 പ്രതീക്ഷകളോടെ ഇരിക്കുകയാണ് എൻ്റെ അമ്മ. നമ്മൾ കൊച്ചച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. കൊച്ചച്ഛൻ്റെ അമ്മ കണ്ണു പറഞ്ഞ അതാ കൊച്ചച്ഛൻ നിമിഷാൻ്റെ ചെയ്തതാണ്. നമുക്ക് കൊച്ചച്ഛനെ വിളിക്കാം. കൊച്ചച്ഛനാണ് റിയൽ സർപ്രൈസ്. ഗായസ്, കൊച്ചച്ഛൻ നടന്നു വരുന്നുണ്ട്. അതാ കൊച്ചച്ഛൻ അപ്പുറത്ത് കൂടെയാണല്ലോ വരുന്നത്. കൊച്ചച്ഛനെ കാണാനില്ല. എവിടെ? ഇവിടെ വന്നു. അയ്യോ അയ്യോ, ശരി വാ. കൊച്ചൻ വന്നു ഗൈസ്. എൻ്റെ അമ്മ അവിടെ നോക്കണു. എൻ്റെ അമ്മ ശരിക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, പക്ഷേ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. എന്താണ്? ഫോട്ടോ എടുത്ത് വെച്ചു ഞാന്. എനിക്ക് മനസ്സിലായി ഓൾറെഡി. എനിക്ക് ആരാ മനസ്സിലറിയോ? ടിയ എന്താ മോളിലേക്ക് നമുക്ക് നോക്കാൻ പോകാറപ്പോ ടിയ എൻ്റെ അടുത്ത് അജിയാണ് പോകാൻ പറ്റില്ല. ഒന്നുമില്ല. അയ്യോ അമ്മ നമ്പർ എഴുതിയില് കുറച്ച് സങ്കടം. ഇഷ്ടപ്പെട്ടില്ലേ? ശരി, അത് വട്ട. ശരി, എല്ലാവരും വെഡിങ് ആനിവേഴ്സറി പാട്ടും പാട്. 3, 2, 1 സ്റ്റാർട്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു അമ്മ പപ്പ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു അമ്മ പപ്പ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആദ്യം കൊച്ചച്ഛൻ്റെയാണ്. കൊച്ചച്ഛന് കുറച്ച് തിരക്കുള്ളൂ, നമുക്ക് വേഗം കൊച്ചച്ഛനെ മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. മുറിച്ചോ. സ്ഥലമില്ല. ഇനി പ്രൈമിന് സ്ഥലമില്ല. ഉള്ളൊരു നേരം നിൽക്ക്.
വാ ടീന്റെ അടുത്തേക്ക്. 3, 2, 1 ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ആ പോപ്പർ എന്താ അപ്പുറത്തിങ്ങനെ ഗൈസ് ഇവിടെ സ്മോക്ക് ഒക്കെ ഉണ്ട്. നമ്മുടെ ഓൾ ആൻഡ് ഓൾ ആയ രശ്മേൻ്റെ നമ്മുടെ അടുത്ത കേക്ക് എടുക്കുന്നുണ്ട്. കണ്ടോ, നീ ഉത്തരവാദിത്വം ഇല്ലാണ്ട് ക്യാമറയും പിടിച്ച് നടക്കുമ്പോൾ ആരും അതൊക്കെ ചെയ്യണേ. ഓക്കെ, അമ്മയ്ക്ക് കുറച്ച് സാഡായെങ്കിലും ഹാപ്പിയായി. പക്ഷേ വർഷം എഴുതിയത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ അതെ. അപ്പുറം വെഡിങ് ആനിവേഴ്സറി വാ വാ, പ്രാങ്ക് കഴിഞ്ഞു വാ. എൻ്റെ പൂക്കി പൂക്കി. ശരി മുറുക്കി. ഒരു കാര്യം ചെയ്യ്. ശരി, എല്ലാവരെയും ഇവിടെ നിർത്താം. ആ ശരി, വാ 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 വാ. അയ്യോ അമ്മന്റെ വെഡിങ് ആനിവേഴ്സറി ഇല്ല, അമ്മ വാ. അമ്മ ബാക്കിലായി. ശരി ശരി മുറിക്കാം. നിമിഷം വാ വാ വാ. ഒറ്റയ്ക്ക് ബെറ്റർ ടുഗദറില്, ഒറ്റയ്ക്ക് ബെറ്റർ അലോൺ. ഈ ഫോട്ടോ ദുബായ് രാജാവിന്റെ വീടല്ലേ? ആ ശരി, അവിടെ പോയി നിൽക്ക്, ഒരു ഫോട്ടോ എടുത്തരാം. അവിടെ പോയി നിൽക്ക്. അമ്മ എങ്ങനെയുണ്ട് ഇന്നത്തെ സെലിബ്രേഷൻ? എനിക്കിത് നേരത്തെ അറിയാലോ, നീ വലിയ മറ്റേ പ്രാങ്കും. പക്ഷെ പറ്റി ആദ്യം ചമ്മിപ്പോയില്ലേ? ജിമ്മാണ് പറഞ്ഞ ശക്തി കാണിക്കാൻ എന്നെ പൊക്കണ്ട. എനിക്കറിയാം നീ വെറുതെ. സന്തോഷായോ? ഓ സന്തോഷായി. നിങ്ങൾക്കോ? എനിക്ക് വെറുതെ പറ്റിക്കല്ലോ പണി. ടിയ പറഞ്ഞതില്ലേ, ഞാൻ ശരിക്കും പറ്റിച്ചു. ഇങ്ങോട്ട് വരൂ. നിന്നെ ഞാൻ എന്തിനാണ് താഴേക്ക് പറഞ്ഞു വിട്ട്? സുമമ്മക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടിരിക്കാൻ. നീ എന്താ എന്നിട്ട് അവരോട് പോയി പറഞ്ഞേ? ചോദിച്ചു ഞാൻ നമുക്ക് ലേറ്റ് നോക്കാം, മോളിക്ക് പോവാന്ന്. അപ്പൊ അവള് പറഞ്ഞു അയ്യേ പോവാണ്ട. ഞാൻ കേട്ട് താഴെ ടീം പറയാം തങ്കു ചേച്ചി വരണ്ട പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ. കൊച്ചച്ച എങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചച്ഛന്റെ ഫേക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ? കുഴപ്പമൊന്നുമില്ല, ശരിക്കും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഹാപ്പി 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 ഹാപ്പി. സന്തോഷായോ? ഹാപ്പി. അയ്യോ എന്നെ അടിക്കുമ്പോ ഞാൻ അത്ര ഹാപ്പി അല്ല. അമ്മമ്മ ഹാപ്പി അല്ലേ? അച്ഛമ്മയോ? ഏറ്റവും വലിയ ഹാപ്പി. വലിയ ഹാപ്പിക്ക് എന്താ കാരണം? വലിയ ഹാപ്പി പറഞ്ഞാൽ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞാൽ എന്തൊക്കെയോ ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്നെ ഒന്ന് വേഗം വെറുതെ വിടാ, അവനെ വലിയ ഹാപ്പി പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. രശ്മേന്റി നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തു ഇവിടെ കേക്ക് തുറന്നത്. അതെ. മഹി എങ്ങനെയുണ്ട്? മഹി ചെറുപ്പത്തിൽ നല്ല വളവള പറയണം. മഹി വലുതായപ്പോ ഇൻട്രോവേർട്ടായി. നീ ഇൻട്രോവേർട്ടാണ്. സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ണുമാമ? അച്ഛനും മകനും ആയതുകൊണ്ട് എനിക്ക് ആ ഒരു സാധനം. അച്ഛ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഞാനൊരു ശല്യം ഭാരവാ തോന്നുന്നു. അച്ഛൻ പറ, ആത്മാർത്ഥമായി പറയൂ, എങ്ങനെയുണ്ട്? എങ്ങനെ പറയേണ്ടത്? വായി കൊണ്ട് എങ്ങനെ? മനസ്സ് തുറക്ക്. എന്താ പറയുന്നത്? ഷർട്ടക്കൂരി മനസ്സ് തുറക്ക്. 5 കൊല്ലം മുന്നേ ഇതിന്റെ തലേ ദിവസമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മോളെ ആ ചെറുക്കനെ കൈ ഏൽപ്പിച്ചു കൊടുത്തത്. ഇപ്പൊ ആ ചെറുക്കനെ പറ്റി എന്താ പറയാനുള്ളത്? വല്ല പുരോഗമനം ഉണ്ടോ? നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ മോളുടെ ജീവിതം പൂത്തുലഞ്ഞോ? പപ്പ ഒന്നും മിണ്ടുന്നില്ല. ഒന്നും എന്താ തോന്നുന്നത്? എല്ലാം നന്നായിരിക്കുന്നു. വേറെന്തെങ്കിലും മരുമോനെ പറ്റിയിട്ട് എന്തെങ്കിലും? അതെങ്ങനെ പറയാ?
പറയും അത് കൊണ്ട് പോയിട്ട് ശരി, ഒരു വരിയിൽ അവസാനിപ്പിക്കൂ. എങ്ങനെയുണ്ട് ഇവരെ കല്യാണം കഴിപ്പിച്ചിട്ട്? സന്തോഷാണോ സങ്കടമാണോ? സങ്കടമില്ല. എന്നാ എനിക്ക് വലിയ സന്തോഷമില്ല. അച്ഛൻ എന്ത് തോന്നുന്നു? അമ്മ വന്നിട്ട് പപ്പന്റെ ലൈഫ് പൂത്തുലഞ്ഞോ? അച്ഛൻ സ്മാർട്ട് മൂവ് ആയിരുന്നു. എന്താ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എന്തായിരുന്നു ഇന്ന് ഇവിടെ നടന്നെന്ന് വല്ല ധാരണയുണ്ടോ? ഡാൻ്റെ ബർത്ത്ഡേ അതൊക്കെ എനിക്ക് നിനക്ക് എന്ത് തോന്നുന്നു? സൂപ്പറായിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടി? പപ്പൻ്റെയും കൊച്ചത്തിൻ്റെയും ബർത്ത്ഡേ പപ്പൻ്റെയും ആൻറ്റിൻ്റെയും എന്ത് ബർത്ത്ഡേ അല്ല ആനിവേഴ്സറി. കൊച്ചച്ഛൻ എന്തിനാ ബർത്ത്ഡേ അത് പറഞ്ഞിട്ടാ വന്ന്? നീ ടീന്റെ ബർത്ത്ഡേക്ക് വന്ന്? എന്നിട്ട് ബർത്ത്ഡേ ടീന്റെ എല്ലാം പറഞ്ഞപ്പോ സങ്കടം തോന്നിയോ? കുഴപ്പമില്ല, എന്തായാലും ഒരു കേക്ക് കിട്ടും. അത് കിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു ടീയ? ഈ പരിപാടി കൊളവാക്കിയപ്പോ എന്ത് തോന്നുന്നു? താഴെ പോയി എല്ലാവരുടെ ഞാൻ വരണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ പറഞ്ഞ ഡ്യൂട്ടി കറക്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? ഗുഡ് ഗുഡ് ഗുഡ്. നല്ല രസമായിട്ടാ. എന്തായാലും 25 വർഷം സക്സസ്ഫുൾ ആയിട്ട് ദാമ്പത്യ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ജേർണി. ഇറ്റ്സ് എ ജേർണി. സക്സസ് ഈസ് നോട്ട് എ പോയിന്റ്, ഇറ്റ്സ് എ ജേർണി. ഓക്കേ, ഈ ജേർണിയിൽ ഇത്ര വരെ എങ്ങനെയുണ്ട്? ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ഫുൾ സാറ്റിസ്ഫൈഡ്? ഗോയിങ് ഗുഡ്, സക്സസ്ഫുൾ. ഹാപ്പിയാണ്. ആ സത്യം, ആ ബോംബ് പൊട്ടലിന്റെ സൗണ്ടിലെല്ലാം ഉണ്ട്. മമ്മി ഹാപ്പി അല്ലേ പപ്പനെ കല്യാണം കഴിച്ചത്? ഓ സന്തോഷിച്ചു പറ. എവിടെ ഇവിടെ ഉണ്ട് ഹാപ്പി അല്ലേ? ഫ്രീഡം കിട്ടിയില്ലേ? കലിപ്പനല്ലല്ലോ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ബൈ ബൈ ബൈ. ഓടിപ്പോ നീ പോയ തന്നെ സമാധാനം പോ. ഗൈസ്, അമ്മയ്ക്ക് ചേച്ചി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. പോയി വാങ്ങിത്താൽ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി. പപ്പയ്ക്ക് ഗിഫ്റ്റ്സ് ഇഷ്ടമായിട്ട് നമ്മൾ പപ്പക്കൊന്ന് വാങ്ങിച്ചു. അമ്മക്കൊരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. അമ്മ എപ്പോഴും സുന്ദരിയല്ലടാ. വാങ്ങ്. തുറക്ക്. സാരിയാ? തുറക്ക് ഗൈസ്. അമ്മ തുറക്കുകയാണ്. തുറക്ക്. ആ എവിടെ മുഖം? ചേച്ചിയെ വാങ്ങിയത്. എങ്ങനെ? ചേച്ചിയാണ് ഇങ്ങനത്തേക്ക് വാങ്ങിക്കുള്ളൂ. ഇത് മെറ്റീരിയലാ? അത് ഞാൻ തുന്നടാ. നല്ലത് കണ്ടില്ല ഞാൻ. എങ്ങനെയുണ്ട്? കളർ എനിക്കിഷ്ടമായി. ഞാൻ അവരോട് ചിലപ്പോൾ റിട്ടേൺ വരുന്ന അല്ല, അത്യാവശ്യം നല്ല രസമുണ്ട്. നിങ്ങൾക്ക് നല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇവിടെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പാർട്ടി വെയറായിട്ട് ഇഷ്ടപ്പെട്ടു. വെഡിങ് ഡേ എങ്ങനെയുണ്ട്? നന്നായിരുന്നു. വളരെ നല്ല സർപ്രൈസ് ആയിരുന്നു. പക്ഷെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ ചെയ്തതെല്ലാം എനിക്ക് പെട്ടെന്ന് എങ്ങനെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അഭിനയിച്ചു. നീ മനസ്സിലാക്കണ്ടെന്ന് വിചാരിച്ചു. നീ ഹാപ്പി ആക്കണ്ട. നീ കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ട് നിന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്. എൻ്റെ മുഴുവൻ ഇവളാണ് പ്ലാൻ ചെയ്തതും അത് ആക്കണം പറഞ്ഞിട്ട് ആക്കിയതും മാത്രം. ഫുഡ് ഭയങ്കരമായി വേസ്റ്റായി. സംഭവം എല്ലാം അറിയുന്ന ഒരു സർപ്രൈസായി. നീ ഇട്ട സ്റ്റോറി ആയിരുന്നു ഫസ്റ്റ് ക്ലിക്ക്. അത് കഴിഞ്ഞ് ശരിയാണ്, ഞാൻ നിങ്ങളെ ഹൈഡ് ചെയ്ത് വീണ്ടും സ്റ്റോറി ഇട്ടു. അതാരാ പറഞ്ഞെന്ന്? അത് ഞാൻ ഊഹിച്ചു നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന്. കാരണം നീ എന്ന് ഞാൻ അത്ര പൊട്ടിയാണ്. ഞാൻ ഇവിടെ നിന്ന് കണ്ടു നിന്റെ സ്റ്റോറി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി 18th ഇവന്റ് മാനേജ്മെന്റ്. ആഹാ ശരി. അപ്പോൾ ഞാൻ 18th ഇങ്ങനെ നോക്കും. ഞായറാഴ്ച. ശരി മനസ്സിലായി. അത് എൻ്റെ എന്താണ് നീ സ്റ്റോറി ഇട്ടിരിക്കണേ ചോദിച്ചപ്പോൾ ഞാനിട്ടില്ല എന്ന്. അതും തന്നെ മനസ്സിലാവില്ലേ നീ എന്തൊക്കെ കിടന്ന് ഉടായ്പ കളിക്കണമെന്ന്. പിന്നെ കുറച്ച് എനിക്ക് സ്റ്റോറി കാണാനില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഹൈഡ് ചെയ്തിട്ടിട്ടുണ്ടാവുന്നു. ശരി, പപ്പൻ്റെ അടുത്തും കൂടെ ചോദിച്ചേ. നിനക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ നന്നായിരുന്നു. ഇനി ഓരോ തവണ അതുപോലെ പഠിച്ചു ഇത് അറിയുന്നുണ്ട്. പക്ഷെ അറിഞ്ഞു പോകില്ല ഞാൻ മൊത്തത്തിൽ. പപ്പ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഫൈനൽ മിനിറ്റിലാണ് അവള് മുഴുവൻ പ്ലാൻ ആക്കിയത്. അതുകൊണ്ടാണ് വളരെ സീക്രട്ടായത്. പപ്പ, how was the day? അയ്യോ, വർക്ക് ചെയ്യാണ് പപ്പല്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഡേ? ഗോഡാ? ഞാൻ ഗോഡല്ല, ഞാൻ നിങ്ങളുടെ മകൾ. നന്നായിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രായമുള്ള 2 മക്കളുള്ള ഒരച്ഛനൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ ഓ, നന്ദി. അത്രയും നേരത്തെ സമ്പാദിക്കാനൊക്കെ തുടങ്ങിക്കൊണ്ടാണല്ലോ
ഈ ഇങ്ങനെ നുണ പറഞ്ഞിട്ട് പരിപാടി നടത്താനൊക്കെ ഉള്ള കപ്പാസിറ്റി. നന്ദി നന്ദി. നുണയല്ല, സർപ്രൈസ്. ഓക്കെ ഓക്കെ അതാണല്ലോ എൻ്റെ പുതിയ വാചകം. ഓക്കെ ഓക്കെ. നിങ്ങൾ എൻജോയ് ചെയ്തോ? നിങ്ങളുടെ കുടുംബാംഗങ്ങളും വേണ്ടപ്പെട്ടവരൊക്കെ വന്നപ്പോൾ ഗുഡ്. എല്ലാവരും കൂടി വട്ടത്തിരിക്കുമ്പോൾ നല്ല തന്നെയല്ലേ. ഹാപ്പി ആണോ? അത് നോക്കിയാൽ മതി. ഗുഡ് ഗുഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് ഷെയർ കമന്റ് ചെയ്യുക.